പലതവണ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഫുഡ് അഡിറ്റീവ്സ് എന്ന് പറയുന്നത്. എന്താണ് ഫുഡ് അഡിറ്റീവ്സ്? ഫുഡ് അഡിറ്റീവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണയായിട്ട് നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കാത്തത്, അല്ലെങ്കിൽ ഭക്ഷണമായിട്ട് ഉപയോഗിക്കാത്തതും, അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ ഒരു സാധാരണ ചേരുവയായിട്ട് ഇൻഗ്രീഡിയന്റ് ആയിട്ട് ഉപയോഗിക്കാത്തതുമായ ഒരു വസ്തുവാണ് ഫുഡ് അഡിറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് പ്രത്യേകിച്ച് ന്യൂട്രിറ്റീവ് വാല്യൂ ഒന്നുമില്ല. നമ്മൾ ഈ ഒരു ഫുഡ് പ്രോഡക്ട്സിന്റെ പാക്കിങ്ങിലോ പ്രിപ്പറേഷനിലോ പ്രോസസ്സിങ്ങിലോ ഇത് ഏതെങ്കിലും ഒരു ടൈമിൽ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ന്യൂട്രിറ്റീവ് വാല്യൂ ഒന്നും ഇതിനില്ല. അപ്പം ഈ ഒരു ഫുഡ് അഡിറ്റീവ്സിന്റെ യൂസ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ കൺട്രോളിലാണ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ടും അതുപോലെ തന്നെ ഫ്രൂട്ട് പ്രോഡക്ട്സ് ഓർഡറും ഉണ്ട്. ഇതിന്റെ അണ്ടറിലായിരിക്കും നമ്മുടെ ഒരു ഫുഡ് അഡിറ്റീവ്സിന്റെ യൂസിന്റെ കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പം നമ്മുടെ ഒരു പെർമിറ്റ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു അഡിറ്റീവ്സ് ഒരു ഫുഡിലോട്ട് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പെർമിറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെ എക്സസീവ് ആയിട്ടുള്ള അത് നമ്മൾ ആ ഒരു പെർമിറ്റ് ചെയ്തിരിക്കുന്ന ലെവലിനേക്കാൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുകയോ ചെയ്താൽ അതിനെ നമ്മൾ ഫുഡ് അഡൾട്രേഷൻ എന്നാണ് പറയുന്നത്. നോർമലി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില അഡിറ്റീവ്സ് ഉണ്ട്, അത് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ പെർമിറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ ആ പെർമിറ്റ് ചെയ്തതിലും കൂടുതൽ അളവിൽ ഉപയോഗിക്കുകയോ ചെയ്താൽ നമ്മൾ അതിനെ ഫുഡ് അഡൾട്രേഷൻ എന്നാണ് പറയുന്നത്. ഇപ്പൊ ഫുഡ് അഡിറ്റീവ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് അത് ലേബൽ ചെയ്തിരിക്കണം. ക്വാണ്ടിറ്റി ഉൾപ്പെടെ നമ്മൾ എത്ര ക്വാണ്ടിറ്റിയിൽ ആഡ് ചെയ്തിരിക്കുന്നു എന്നത് ഉൾപ്പെടെ അതിൽ കറക്റ്റ് ആയിട്ട് ലേബൽ ചെയ്തിരിക്കണം. ഇതാണ് ഫുഡ് അഡിറ്റീവ്സിന്റെ കാര്യം. ഇനി നമുക്ക് പെർമിറ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഫുഡ് അഡിറ്റീവ്സ് ആണ്. കളറിംഗ് ഏജൻസിനകത്താണെങ്കിൽ സാഫ്രോണ്, ടർമറിക് ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഫ്ലേവറിംഗ് ഏജൻസിനകത്ത് വാനില എസൻസ് യൂസ് ചെയ്യാം. സ്വീറ്റ്നേഴ്സിനകത്താണെങ്കിൽ സക്കാരിൻ യൂസ് ചെയ്യാം. പ്രിസർവേറ്റീവ്സിനകത്താണെങ്കിൽ അസ്കോർബിക് ആസിഡ്, ബെൻസോയിക് ആസിഡ് യൂസ് ചെയ്യാം. ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ട് നമുക്ക് ക്ലോറിൻ യൂസ് ചെയ്യാം. അസിഡിറ്റി ഇന്ററാക്ടിങ് ഏജന്റ് ആയിട്ട് വിനെഗർ, സിട്രിക് ആസിഡ്. ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ഫുഡ് അഡിറ്റീവ് ആയിട്ട് പെർമിറ്റ് ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ്. ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഇനി അടുത്തത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്ലോട്ടർ ഹൗസ് എന്ന് പറയുന്നത്. പലതവണ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ള ഒരു ഭാഗമാണ് സ്ലോട്ടർ ഹൗസ് എന്ന് പറയുന്നത്. അപ്പൊ അത് എന്താണ് സ്ലോട്ടർ ഹൗസിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പം സ്ലോട്ടർ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആനിമൽസിനെ സ്ലോട്ടർ ചെയ്യുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ അതിന്റെ ഫ്ലഷ് എന്ന് പറയുന്നത് ഹ്യൂമൻ കൺസംഷനും സെയിലിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ഥലം എന്നാണ് സ്ലോട്ടർ ഹൗസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറവുശാലയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു നമ്മുടെ ലൈസൻസ് കൊടുക്കുന്ന സമയത്ത്, ഒരു സ്ലോട്ടർ ഹൗസിന് ലൈസൻസ് കൊടുക്കുന്ന സമയത്ത് ഒരു കൺട്രോളിംഗ് അതോറിറ്റീസ് ഒബ്സർവ് ചെയ്യേണ്ട കാര്യങ്ങളാണ് താഴെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നമ്മുടെ പഞ്ചായത്ത് രാജ് റൂൾസ് 1996 അതിന്റെ അണ്ടറിലാണ് ഇതിന്റെ ലൈസൻസും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. അതില് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഒരു സ്ലോട്ടർ ഹൗസ് എപ്പോഴും ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്നും 90 മീറ്റർ എങ്കിലും അകലെ ആയിരിക്കണം. ഓക്കെ, അതേപോലെ തന്നെ ഒരു പബ്ലിക് റോഡിൽ നിന്നും 30 മീറ്റർ എങ്കിലും അകലെ ആയിരിക്കണം. പിന്നെ ഈ ഒരു അനിമൽസ് നമ്മുടെ സ്ലോട്ടർ ചെയ്യാനായിട്ട് കൊണ്ടുവരുന്ന അനിമൽസിന് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേബിൾസ് ഉണ്ടായിരിക്കണം. അതായത് വെയിലും മഴയും ഒന്നും കൊള്ളാതെ അവരെ പ്രോപ്പറായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള സ്റ്റേബിൾസ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് ജേർണി കഴിഞ്ഞിട്ടൊക്കെ ഒരുപാട് ദൂരത്തു നിന്നൊക്കെ ആയിരിക്കും ഈ ഒരു അനിമൽസിനെ കൊണ്ടുവരുന്നത്. അപ്പൊ അവർക്ക് ഫീഡിംഗ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം അവിടെ. നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഹൈജീനിക് റീസൺസ് കൊണ്ട് തന്നെ സ്ലോട്ടർ ഹൗസിനകത്ത് സെപ്പറേറ്റ് സെക്ഷൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇപ്പൊ സ്ലോട്ടറിങ്ങിനാണെങ്കിലും സ്കിന്നിങ്ങിനാണെങ്കിലും കാർക്കേസിംഗ് ഓഫ് അനിമൽസിനാണെങ്കിലും എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ടുള്ള സെക്ഷൻ ആയിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ അറക്കുന്നതിനും അതിന്റെ തൊലിയൊക്കെ മാറ്റുന്നതിനും പിന്നെ ശവശരീരങ്ങള് നമ്മൾ സ്ലോട്ടർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ശവശരീരങ്ങൾ മാറ്റുന്നതിനും ഇതിനെല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ ഈ ഒരു സ്ലോട്ടർ ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് എന്താ ഓൾറെഡി സ്ലോട്ടർ ചെയ്തിരിക്കുന്ന ആനിമൽസ്, നമ്മൾ സ്ലോട്ടർ ചെയ്യാൻ വരുന്ന അനിമൽസ് ഒരിക്കലും മറ്റുള്ള അനിമൽസിനെ സ്കിന്നിങ്, കാർക്കേസിങ് ഇതൊക്കെ ചെയ്യുന്നതൊന്നും കാണാൻ പാടില്ല. അവരെ സെപ്പറേറ്റ് ആയിട്ട് നിർത്തുക. എന്താ പറയാ, ഇത് നേരിട്ട് അവരെ കാണിക്കാത്ത തരത്തില് അവരെ മറച്ചുള്ള വേറൊരു റൂമിലോ അല്ലെങ്കിൽ വേറൊരു ഷെൽട്ടറോ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ അവരത്രയും ഭയക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം ആ രീതിയിൽ സ്കിന്നിങ്, കാർക്കേസിംഗ് ഒക്കെ ഇനി അറക്കാനുള്ള അനിമൽസ് കാണാത്ത രീതിയിലായിരിക്കണം കൺസ്ട്രക്ട് ചെയ്തിരിക്കേണ്ടത്. പിന്നെ നമ്മുടെ ഹ്യൂമൻ മെത്തേഡ്സ് ഉപയോഗിച്ച് സ്ലോട്ടർ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ആന്റിമോർട്ടം, പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ അനിമൽസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് നടത്തേണ്ട കാര്യമാണ്. അപ്പൊ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടുന്നതാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള ഫെസിലിറ്റീസും ഉണ്ടായിരിക്കണം.
നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും രീതിയിലുള്ള കണ്ടേജിയസ് ഡിസീസസ്, ആന്ത്രാക്സോ TB പോലെയുള്ള ഡിസീസസ് ഉള്ള അനിമൽസിനെ കൊണ്ടുവരുവാണെങ്കിൽ അവർക്ക് അതിന് എന്തെങ്കിലും സിംറ്റംസ് കാണിക്കുകയോ അല്ലെങ്കിൽ അത് ഉണ്ടെന്ന് നമുക്ക് സസ്പെക്ട് ചെയ്യുവാണെങ്കിൽ അത്തരത്തിലുള്ള അനിമൽസിനെ മാറ്റാനുള്ള അല്ലെങ്കിൽ സെഗ്രിഗേറ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും ഇവിടെ ഉണ്ടായിരിക്കണം. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ ബ്ലഡ് നമ്മൾ സ്ലോട്ടർ ചെയ്യുന്ന സമയത്ത് ബ്ലഡും അതുപോലെ തന്നെ ലിക്വിഡ് വേസ്റ്റും ഒക്കെ വരും. അത് പ്രോപ്പർ ആയിട്ട് ഡ്രെയിൻ ചെയ്ത് കളയാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. ഈ ഡ്രെയിൻ ചെയ്ത് കളയുന്നത് പ്രോപ്പർ ആയിട്ട് ഒരു ക്ലോസ്ഡ് ടാങ്കിലേക്ക് ആയിരിക്കണം എന്ന് ഉറപ്പ് വരുത്തണം. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ആ ഒരു ഫ്ലോർ, ഈ ഒരു സ്ലോട്ടർ ഹൗസിന്റെ ഫ്ലോർ എന്ന് പറയുന്നത് നല്ല ഹാർഡും ഇംപേർവിയസും ആയിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു വോൾ എന്ന് പറയുന്നത്, ഭിത്തി എന്ന് പറയുന്നത് നല്ല ഗ്ലേസ്ഡ് ബ്രിക്സ് കൊണ്ടായിരിക്കണം ലൈൻ ചെയ്തിരിക്കേണ്ടത്. അതിന്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 1 മീറ്റർ എങ്കിലും ഉണ്ടായിരിക്കണം. പിന്നെ ബ്രിക്കിന്റെ കളർ നമ്മൾ പ്രിഫറബിളി വൈറ്റ് കളറാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഈ ഒരു സ്ലോട്ടർ ഹൗസിന്റെ കോർണർ ഏരിയാസ് കുറച്ചുകൂടെ റൗണ്ടഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഈസി ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ് അത് റൗണ്ടഡ് ആയിരിക്കണം എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് നമ്മുടെ ഈ ഒരു എന്താണ് സ്ലോട്ടറിങ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഡിസ്കാർഡഡ് ആയിട്ടുള്ള ബോൺസ്, സ്കിന്ന്, ഫ്ലഷ് ഇതൊക്കെ സയന്റിഫിക് ആയിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ ഈ ഒരു കമ്പാർട്ട്മെന്റ്സ് സ്ലോട്ടറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അത് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യുന്നതിനുള്ള വാട്ടർ ഫെസിലിറ്റി അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ പറയുന്നത് നമ്മൾ ഈ ഫ്ലഷ് നമ്മൾ സെയിലിന് വേണ്ടി ഫ്ലഷ് ഹാങ് ചെയ്യുന്നതിന് പ്രോപ്പർ ആയിട്ട് സഫീഷ്യന്റ് ആയിട്ടുള്ള പ്ലേസ് ഉണ്ടായിരിക്കണം. സഫീഷ്യന്റ് നമ്പർ ഹുക്സും അവൈലബിൾ ആയിരിക്കണം. പിന്നെ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉള്ള ആൾക്കാരെ ഇത്തരത്തിൽ സ്ലോട്ടർ ഹൗസിൽ ജോലിക്കായിട്ട് നിർത്തരുത്. അതേപോലെ തന്നെ അവിടെ ജോലിക്ക് നിൽക്കുന്ന എല്ലാവർക്കും, എംപ്ലോയീസിന് എല്ലാവർക്കും ഹെൽത്ത് കാർഡ് ഉണ്ടായിരിക്കണം. അവരെ എപ്പോഴും നീറ്റ് ആയിട്ടുള്ള ഡ്രസ് ആയിരിക്കും, ക്ലീൻ ആയിട്ടുള്ള ഔട്ടർ ക്ലോത്ത്സ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള ലാട്രിൻ അക്കോമഡേഷൻ ഉണ്ടായിരിക്കണം. പിന്നെ ഈ സ്ലോട്ടർ ഹൗസിന്റെ പരിസരത്തൊന്നും ഡോഗ്സിനെ ഒന്നും അലൗ ചെയ്യരുത്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളൊരു സ്ലോട്ടർ ഹൗസ് ഇൻസ്പെക്ഷൻ നടത്താൻ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ലൈസൻസ് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഇനി ആനിമൽസിൽ കാണപ്പെടുന്ന ചീഫ് സൈൻസ് ഓഫ് ഇൽനെസ്, അതായത് ഒരു ആനിമലിന് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത്. ഇപ്പൊ ഒരു ഹെൽത്തി ആയിട്ടുള്ള അനിമൽ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു സ്കിൻ ആയിരിക്കും ഉള്ളത്, ബ്രൈറ്റ് ആയിട്ടുള്ള ഐസ് ആയിരിക്കും, അതുപോലെ കുറച്ച് മോയിസ്റ്റ് ആയിട്ടുള്ള നോസ് ആയിരിക്കും ഉള്ളത്. അതേപോലെ തന്നെ ഫീവർ, ഷിവറിങ്, ഫൗൾ ബ്രീത്ത്, സ്വള്ളൻ ടങ് ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒന്നും അവരിൽ കാണില്ല. അങ്ങനെയുള്ള ഒരു അനിമലിനെയാണ് നമ്മൾ ഹെൽത്തി അനിമൽ എന്ന് പറയുന്നത്. അതേസമയം ഈ കാറ്റില്, ഗോട്ട്, ഷീപ്പ്, ഹോഴ്സ്, പിഗ് ഇങ്ങനെയുള്ള അനിമൽസിലൊക്കെ ആന്ത്രാക്സ് പോലെയുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ലെങ്കിൽ മറ്റുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസ് വരാൻ സാധ്യതയുള്ള മൃഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ആന്റിമോർട്ടം എക്സാമിനേഷനും പോസ്റ്റ്മോർട്ടം എക്സാമിനേഷനും നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം ചെയ്യാൻ. കാരണം ഇങ്ങനെയുള്ള മീറ്റ് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ മറ്റുള്ള അസുഖങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ആനിമൽസിൽ കൂടുതലായിട്ടും കണ്ടുവരുന്ന ഇൽനെസ് ആണ്. ഒന്നാമത് മൂവ്മെന്റ് ഷുഡ് ബി സ്ലോ ആൻഡ് ഡിഫിക്കൾട്ട്, നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരിക. പിന്നെ രണ്ടാമത് പറയുന്ന ഐസ് ആർ ഡൾ ആൻഡ് വാട്ടറി ആയിട്ടുള്ളതും വളരെ ഡൾ ആയിട്ടുള്ള കണ്ണുകൾ. പിന്നെ നോസ്ട്രിൽസ് ചില സമയത്ത് ഒന്നുകിൽ ഡ്രൈ ആയിട്ടിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള ഡിസ്ചാർജ് വഴിയിട്ട് കവർ ചെയ്തിരിക്കുക. പിന്നെ പറയുന്നത് ഹെയർ ഒന്നും സ്മൂത്ത് അല്ലാതെ കുറച്ച് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് സ്മൂത്ത് അല്ലാതെ ഇരിക്കുക. പിന്നെ പറയുന്നത് നമ്മുടെ ബോഡിയിലോ അല്ലെങ്കിൽ ബോഡിയിലെ ഏതെങ്കിലും പാർട്സിലോ സ്കിന്നിലോ ഒക്കെ മുറിവുകൾ കാണപ്പെടുക. പിന്നെ റെസ്പിറേഷൻ, ശ്വാസോച്ഛ്വാസം ഭയങ്കര റാപ്പിഡ് ആയിട്ട് അല്ലെങ്കിൽ ഡിഫിക്കൾട്ട് ആയിട്ട് വരിക. ടങ് പ്രൊട്രൂഡ് ചെയ്ത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ. ബ്ലോൺ അബ്ഡോമൻ, അതായത് വയറ് വീർത്തിരിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഫീവർ കണ്ടീഷൻ ഒക്കെ ആണെങ്കിൽ ഇയേഴ്സ്, ഫീറ്റ് ഒക്കെ നല്ല ഹോട്ട് ആയിട്ടിരിക്കുക. പിന്നെ ഡയറിയ പോലെയുള്ള കണ്ടീഷൻ, അതുപോലെ തന്നെ അബ്നോർമൽ ഡങ് വിത്ത് ബ്ലഡ് ഓർ മ്യൂക്കസ്, നമ്മൾ ചാണകമൊക്കെ നോക്കുന്ന സമയത്ത് അതിൽ ബ്ലഡോ മ്യൂക്കസോ ഒക്കെ കാണുക. അപ്പൊ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് കണ്ടു കഴിഞ്ഞാൽ അത് അനിമൽസിൽ ഇൽനെസ്സിനുള്ള സാധ്യതയാണെന്ന് മനസ്സിലാക്കുക. ഇതാണ് ചീഫ് സൈൻസ് ഓഫ് ഇൽനെസ് ഇൻ അനിമൽസ് എന്ന് പറയുന്നത്. ഇനി അടുത്തെന്ന് പറയുന്ന ഒരു ഗുഡ് മീറ്റ്, ഒരു നല്ല മീറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് വേണം എന്നുള്ള കാര്യമാണ് അടുത്തതിൽ പറയുന്നത്. അപ്പം ഒരു അനിമലിന്റെ ഫ്ലഷ് അല്ലെങ്കിൽ അതിന്റെ ഒരു എഡിബിൾ പാർട്ട്, ആ ഒരു കാർക്കേസ് നമ്മൾ സ്ലോട്ടർ ചെയ്ത് കഴിഞ്ഞ ആ ഒരു കാർക്കേസിന്റെ എഡിബിൾ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ആ ഒരു ഭാഗം, ആ ഒരു ഫ്ലഷിനെയാണ് നമ്മൾ മീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മീറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് നല്ല ഫേം ആയിരിക്കണം, നല്ല ക്ലിയർ ആയിരിക്കണം. ഓക്കെ, അതുപോലെ ഒരു മാർബിൾഡ് അപ്പിയറൻസ് ആയിരിക്കും, നല്ല ക്ലിയർ ആയിട്ടായിരിക്കണം ആ മീറ്റ് ഇരിക്കേണ്ടത്. അത് പെയിൽ പിങ്ക് കളറോ അല്ലെങ്കിൽ പർപ്പിൾ കളറോ ആവാനായിട്ട് പാടില്ല. ഓക്കെ, അതേപോലെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള ഫൗൾ സ്മെല്ലോ അല്ലെങ്കിൽ ഓർഡറോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഡിസഗ്രിയബിൾ ആണ്. ഒരിക്കലും അതിനകത്ത് സ്മെല്ല് വരാനായിട്ട് പാടില്ല. ഈ എന്തെങ്കിലും അസുഖങ്ങളുള്ള മീറ്റ് അല്ലെങ്കിൽ അത്തരത്തില്
ഉള്ള മൃഗങ്ങളെ നമ്മൾ അറക്കുവാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു സ്റ്റിക്കി സ്മെല്ല് വരാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് പറഞ്ഞത്, ഏതെങ്കിലും രീതിയിൽ ഓർഡർ വരുവാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡിസഗ്രിയബിൾ ആയിരിക്കും. പിന്നെ അതിന്റെ റിയാക്ഷൻസ് ഒക്കെ അസിഡിക് ആയിരിക്കും. നമ്മൾ പ്രഷർ കൊടുക്കുന്ന സമയത്ത് അവിടെ പിറ്റിങ്ങോ ക്രാക്കിങ്ങോ, നമ്മൾ നല്ല പ്രഷർ കൊടുക്കുന്ന സമയത്ത് അവിടെ കുഴിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ക്രാക്ക് ചെയ്ത് പോവുകയോ ഒന്നും സംഭവിക്കില്ല. നേരെയുള്ള നല്ലൊരു മീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ക്രാക്ക് ചെയ്യോ പിറ്റിയോ സംഭവിക്കത്തില്ല. പിന്നെ പറയുന്നതെന്ന് പറയുന്നത് നമ്മുടെ മീറ്റ് എന്ന് പറയുന്നത് നല്ല മോയിസ്റ്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ കൈ നനയുന്ന രീതിയിലാവരുത്, എങ്കിലും മോയിസ്റ്റ് ഒരു അപ്പിയറൻസ് ആയിരിക്കണം അതിന് വരേണ്ടത്. പിന്നെ പറയുന്നത് നമ്മളൊരു കത്തി അതിലേക്ക് പ്ലങ്ക് ചെയ്ത് കുറച്ച് ഡീപ്പായിട്ട് കുത്തിയിട്ട് പെട്ടെന്ന് വിഡ്രോ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഡീകമ്പോസിഷന്റെയോ അബ്നോർമാലിറ്റീസോ ഒന്നും കാണാനായിട്ട് പാടില്ല. അങ്ങനെയാണെങ്കിൽ അത് നല്ലൊരു മീറ്റ് ആയിരിക്കത്തില്ല. അതേപോലെ തന്നെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫ്ലമേഷനോ പാരസൈറ്റിക് ഇൻഫെക്ഷനോ ഉണ്ടാവാൻ പാടില്ല. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അനിമലിന്റെ ഫ്ലഷ് എന്ന് പറയുന്നത് നാച്ചുറലി മരിക്കുന്ന ഒരു വേറെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാതെ മരിക്കുന്ന ഒരു അനിമലിന്റെ ഫ്ലഷ് ആണെന്നുണ്ടെങ്കിൽ ജനറലി ഒരു ഡാർക്ക് കളറിലായിരിക്കും കാണുന്നത്. അതുപോലെ തന്നെ അതിന്റെ ലങ്സും ലിവറും കിഡ്നിയും ഒക്കെ നല്ല കൺജസ്റ്റഡ് ആയിട്ട് നല്ല ഫുള്ളി ബ്ലഡഡ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. അതേസമയം ഒരു കാർക്കേസ് എന്ന് പറയുമ്പോൾ ഒരു ശവശരീരം ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പിറ്റ്സ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ നല്ലൊരു മീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് പിറ്റിങ് കുഴികളൊന്നും ഉണ്ടാവത്തില്ല. അപ്പം ഈ പറയുന്ന കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഒരു ഗുഡ് മീറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് നമ്മുടെ സാനിറ്ററി അറേഞ്ച്മെന്റ്സ് ഇൻ ഫെയർസ് ആൻഡ് ഫെസ്റ്റിവൽസ്. പലതവണ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളതാണ്, എസ് എ ക്വസ്റ്റ്യൻസിൽ വരെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു സാനിറ്ററി അറേഞ്ച്മെന്റ്സ് എന്ന് പറയുന്നത്. ഫെയർസ് ആൻഡ് ഫെസ്റ്റിവൽസിൽ നമ്മൾ എന്തൊക്കെ സാനിറ്ററി അറേഞ്ച്മെന്റ് നടത്തിയിരിക്കണം എന്നുള്ളത്. അപ്പം ഇത് എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പം ഈ ഒരു ഫെയർ ഫെസ്റ്റിവൽ ഒക്കെ നടക്കുന്ന സാഹചര്യങ്ങളിൽ എപ്പിഡമിക് എന്തെങ്കിലും രീതിയിലുള്ള ഡിസീസ് ഔട്ട്ബ്രേക്ക് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പൊ കോളറ, ഇൻഫെക്റ്റീവ് ഹെപ്പറ്റൈറ്റിസ്, ടൈഫോയിഡ് പോലെയുള്ള അസുഖങ്ങൾ കൂടുതലായിട്ട് സ്പ്രെഡ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഫെയർ ആൻഡ് ഫെസ്റ്റിവൽ കഴിഞ്ഞതിന് ശേഷം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഡിസീസസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനുള്ള അറേഞ്ച്മെന്റ്, സാനിറ്ററി അറേഞ്ച്മെന്റ്സ് നേരത്തെ തന്നെ നടപ്പിലാക്കണം. അപ്പം ഇതിന്റെ ഒരു റെസ്പോൺസിബിൾ, അതായത് ഈ ഒരു ഫെയർ ആൻഡ് ഫെസ്റ്റിവൽ നടക്കുന്നതിന്റെ ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ അല്ലെങ്കിൽ കൺട്രോളിംഗ് അതോറിറ്റീസ് ഏകദേശം ഒരു 30 ദിവസം മുന്നെയെങ്കിലും നമ്മുടെ ഹെൽത്ത് ഓഫീസേഴ്സിനെയോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് അതോറിറ്റിയോ ഇങ്ങനെ ഒരു ഫെയർ ആൻഡ് ഫെസ്റ്റിവൽ നടക്കുന്നു എന്ന കാര്യം അറിയിച്ചിരിക്കണം. അപ്പൊ ഈ ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ അതിന്റെ കൂട്ടത്തിൽ തന്നെ എത്ര നാളത്തേക്കാണ് ഈ ഒരു ഫെയർ നടക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത്, എത്ര ആൾക്കാർ വരാൻ സാധ്യതയുണ്ട്, അവിടുത്തെ സാനിറ്ററി അറേഞ്ച്മെന്റ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഇവരെ അറിയിച്ചിരിക്കണം. അപ്പം ഇൻസ്പെക്ഷൻ നടത്തിയതിന് ശേഷം ഈ ഒരു ഹെൽത്ത് ഓഫീസർ ഒരു ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് എഴുതി തയ്യാറാക്കി കൺട്രോളിംഗ് അതോറിറ്റിക്ക് കൊടുത്തിരിക്കണം. അതിനുശേഷം ഈ ഒരു മാനേജിംഗ് കമ്മിറ്റി നമ്മുടെ സാനിറ്ററി അറേഞ്ച്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനുള്ള മെൻ, മെറ്റീരിയൽ, മണി ഇതെല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഉറപ്പാക്കണം. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഫെയർ ആൻഡ് ഫെസ്റ്റിവൽ ഏതൊരു ഏരിയയിലാണ് നടക്കുന്നത് അല്ലെങ്കിൽ എത്ര ടൈമിലേക്കാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഗവൺമെന്റ് കറക്റ്റ് ആയിട്ട് നോട്ടിഫൈ ചെയ്തിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺട്രോളിംഗ് അതോറിറ്റീസിനും ഹെൽത്ത് ഓഫീസറിനും ഒക്കെ കറക്റ്റ് ആയിട്ട് അതിന്റെ റെലവന്റ് സ്റ്റെപ്സ് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രിപ്പറേഷൻ നടത്താവോ അതെല്ലാം നടത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ലോക്കൽ അതോറിറ്റീസ് അല്ലെങ്കിൽ ഹെൽത്ത് ഓഫീസർ നമ്മുടെ ഇനി പറയുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും ഒബ്സർവ് ചെയ്യേണ്ട കാര്യമാണ്. സാനിറ്ററി അറേഞ്ച്മെന്റിന്റെ കാര്യത്തിൽ ഹെൽത്ത് ഓഫീസർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് താഴെ പറയുന്നത്. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് ദ ഡിമാർക്കേഷൻ ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ദ സൈറ്റ് ഓഫ് ദ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലം ഇത്ര അതിർത്തിക്കുള്ളിലാണ് അല്ലെങ്കിൽ ഇത്ര പരിധിക്കുള്ളിലാണ് എന്ന് ഉറപ്പാക്കിയിരിക്കണം. അതുപോലെ തന്നെ ക്ലിയറിംഗ് ആൻഡ് ഡ്രെയിനിങ് ഓഫ് ദ സൈറ്റ്, ആ സൈറ്റ് നല്ല ഡ്രെയിൻ ചെയ്ത് നല്ല ക്ലിയർ ആക്കി ആയിരിക്കണം വെച്ചേക്കേണ്ടത്. പിന്നെ മൂന്നാമത് പറയുന്നത് ലെവലിംഗ് ആൻഡ് ഡിമാർക്കേഷൻ ഓഫ് ദ സൈറ്റ്, റോഡ്, ലിവിംഗ് പ്ലേസ്, ലാട്രിൻസ്, ഇൻഡസ്ട്രിയൽ ഏരിയ എക്സെട്ര. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന റോഡാണെങ്കിലും സൈറ്റ് ആണെങ്കിലും ലിവിംഗ് പ്ലേസ്, ലാട്രിൻസ്, ഇൻഡസ്ട്രിയൽ ഏരിയ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് നിർണ്ണയിച്ചിരിക്കണം, അതിർത്തി നിർണ്ണയിക്കണം. അതിന്റെ എല്ലാത്തിന്റെയും കൂടെ ഒരു ലേ ഔട്ട് പ്ലാന് ഒരു പെർമനന്റ് പ്ലേസിൽ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കണം. ആ വരുന്ന പബ്ലിക് അല്ലെങ്കിൽ പിൽഗ്രിംസ് ആരാണോ തീർത്ഥാടകരാണെങ്കിൽ അവർ അല്ലെങ്കിൽ പബ്ലിക്കിന് അവരുടെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഇതിനെക്കുറിച്ച് ഈ സ്ട്രക്ചറൽ പ്ലാൻ, ഒരു ലേ ഔട്ട് പ്ലാൻ ഒരു പ്രോപ്പർ സ്ഥലത്ത് ഒരു പെർമനന്റ് പ്ലേസിൽ ഫിക്സ് ചെയ്തിരിക്കണം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർക്ക് എല്ലാവർക്കും വരുന്നവർക്ക് ഹോൾസം ആയിട്ട് അവരുടെ ആവശ്യത്തിന് വാട്ടർ സപ്ലൈ, സഫീഷ്യന്റ് ആയിട്ടുള്ള വാട്ടർ സപ്ലൈക്കുള്ള അറേഞ്ച്മെന്റ് നടത്തിയിരിക്കണം. ആ വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് ക്ലോറിനേറ്റഡ് വാട്ടർ സോഴ്സും ആയിരിക്കണം. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള സാനിറ്ററി കൺവീനിയൻസ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കണം. വിസിറ്റേഴ്സ് വരുന്നവർക്കെല്ലാം സാനിറ്ററി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ അറേഞ്ച് ചെയ്തിരിക്കണം.
ആറാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഫെയർ ആൻഡ് ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്ത് കറക്റ്റ് ആയിട്ട് സഫീഷ്യന്റ് ആയിട്ടുള്ള ലൈറ്റ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. ഏഴാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഫുഡ് ആർട്ടിക്കിൾസിന്റെ സെയിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ കറക്റ്റ് ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് സൂപ്പർവിഷൻ, അത് കറക്റ്റ് ആയിട്ട് നോക്കിയിരിക്കണം. ഹൈജീനിക് ആയിട്ടാണോ ചെയ്യുന്നത്, അതിൽ യൂസ് ചെയ്യുന്ന വാട്ടർ ഒക്കെ നമ്മൾ ക്ലോറിനേറ്റഡ് വാട്ടർ സോഴ്സ് ആണോ യൂസ് ചെയ്യുന്നത്, ഏതെങ്കിലും രീതിയിൽ ഡിസീസ്ഡ് ആനിമൽസിനെയൊക്കെ അതിന് മീറ്റ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സൂപ്പർവൈസ് ചെയ്തിരിക്കണം. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഫെസ്റ്റിവൽ ഏരിയയും റോഡും റെസിഡൻഷ്യൽ ബ്ലോക്കും ഒക്കെ കറക്റ്റ് ആയിട്ട് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് സ്വീപ്പിങ്ങിന് വേണ്ടിയിട്ട് ആൾക്കാരെ ഫുൾ ടൈം നമ്മൾ സ്റ്റാഫിനെ അറേഞ്ച് ചെയ്തിരിക്കണം. അതും അഡിക്വേറ്റ് ആയിട്ടുള്ള സ്റ്റാഫിനെ അറേഞ്ച് ചെയ്തിരിക്കണം. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയന്റിഫിക് ആയിട്ടുള്ള അറേഞ്ച്മെന്റ്, നമ്മുടെ റെഫ്യൂസ് സീവേജ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്യും, റിമൂവ് ചെയ്യും, ഡിസ്പോസ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. റെഫ്യൂസ് കഴിവതും നമുക്ക് എത്രയും പെട്ടെന്ന് ഇൻസിനറേറ്റ് ചെയ്യുമോ അത്രയും പെട്ടെന്ന് ഇൻസിനറേറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. അതിനുശേഷം എന്ന് പറയുന്നത് നമ്മുടെ ഈ വരുന്നവർക്ക് മെയിൽസും ഫീമെയിൽസും സെപ്പറേറ്റ് ആയിട്ടുള്ള ലാട്രിൻസും യൂറിനൽസും ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നതിനുള്ള സൈറ്റ് മുന്നേ കൂട്ടി തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ ലാട്രിൻസും യൂറിനൽസും ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും വേണം. ഓക്കെ, ഈ ലാട്രിൻസും യൂറിനൽസും നമ്മുടെ മെയിൻ സെന്ററിൽ നിന്നും ഒരു അധികം ദൂരെ ആവാനായിട്ട് പാടില്ല. അതിനോട് അടുത്ത് തന്നെ ലാട്രിൻ അതുപോലെ തന്നെ യൂറിനൽ സൗകര്യം ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ പറയുന്നത് നോട്ടിഫയബിൾ ഡിസീസസ് കൺട്രോൾ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് നേരത്തെ തന്നെ നമ്മൾ ഫെസ്റ്റിവൽ ഡേയ്സിന്റെ ടൈമിൽ ചെയ്തിരിക്കണം. ഓക്കെ, അതാണ് അടുത്തത് പറയുന്നത്. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഫെയർ ആൻഡ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് സർവീസിന്റെ സ്ട്രിക്റ്റ് കൺട്രോളിലായിരിക്കണം നടത്തേണ്ടത്. അപ്പം ഈ ഒരു കാര്യങ്ങൾ, അതായത് ഫെയർ ആൻഡ് ഫെസ്റ്റിവൽ കറക്റ്റ് ആയിട്ട് സാനിറ്ററി രീതിയിൽ നടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹെൽത്ത് അതോറിറ്റി അഡീഷണൽ ഹെൽത്ത് ഓഫീസേഴ്സിനെയും ഈ ഒരു ആവശ്യത്തിനായിട്ട് നമ്മൾ അപ്പോയിന്റ് ചെയ്യാറുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഫെയർ ആൻഡ് ഫെസ്റ്റിവലിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്ക് ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുള്ള ചില അബ്രിവിയേഷൻസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് കിലയുടെ കാര്യമാണ്. കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. SFC എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ആണ്. DPC ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി ആൻഡ് MNREG എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി എന്നാണ്. NRLM നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ ആണ്. IAO എന്ന് പറഞ്ഞ ഇന്ദിര ആവാസ് യോജനയാണ്. ICDS ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം. FIB ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. PWD ആക്ട് എന്ന് പറഞ്ഞ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട്, അത് 1995 വന്നിട്ടുള്ളത്. പിന്നെ അക്മാർക്ക് എന്ന് പറഞ്ഞ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ഗ്രേഡിംഗ് മാർക്കറ്റിംഗ് എന്നാണ്. FIR ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ആൻഡ് ISO എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ സ്റ്റാൻഡർഡൈസേഷൻ. അപ്പം ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കാം. അബ്രിവേഷനകത്ത് ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം. ഇനി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ആക്ടും അതിന്റെ വർഷങ്ങളുമാണ്. വൺ വേർഡ് ക്വസ്റ്റിനകത്ത് ഒരുപാട് തവണ കണ്ടിട്ടുള്ള ചില ആക്ടിന്റെ വർഷങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് നമ്മുടെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് നിലവിൽ വന്നത് 2006 PCPNDT പ്രീ കോൺസെപ്ഷൻ ആൻഡ് പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ആക്ട്, അത് നിലവിൽ വന്നത് 1994 കോട്ട്പ ആക്ട് 2003, പോക്സോ 2012 MTP ആക്ട്, അത് നമ്മുടെ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് ആണ്, 1971 വന്നിട്ടുള്ളത്. പഞ്ചായത്തി രാജ് ആക്ടും കേരള മുനിസിപ്പാലിറ്റി ആക്ടും 1994 വന്നിട്ടുള്ളത്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്നത് 2005 വന്നിട്ടുള്ളത്. എയർ ആക്ട്, എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പൊല്യൂഷൻ ആക്ട് 1981 വാട്ടർ ആക്ട്, ദ വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പൊല്യൂഷൻ ആക്ട് 1974 ഇത് രണ്ടും ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടൊന്ന് നോക്കി വെച്ചിരിക്കുക, ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളതാണ്. പിന്നെ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് 1958 വന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് നമ്മുടെ ഇപ്പോഴത്തെ ഇപ്പം നിലവിലുള്ളത് കേരള പബ്ലിക് ഹെൽത്ത് ആക്ട് ആണ്, അത് 2023 നവംബർ 28 വന്നിട്ടുള്ളത്. അത് പ്രത്യേകം ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഇനി നമ്മൾ കോട്ട്പയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട് 2003 വന്നിട്ടുള്ളത്. അപ്പം ഇതിനകത്ത് കുറച്ച് മെയിൻ ആയിട്ടുള്ള സെക്ഷൻസ് ആണ് ഈ താഴെ പറഞ്ഞിട്ടുള്ളത്. പലതവണയായിട്ട് ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഇത് ഈ ഒരു സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഇതിൽ സെക്ഷൻ 4 എന്ന് പറയുന്നത് നമ്മുടെ പബ്ലിക് പ്ലേസിൽ സ്മോക്കിംഗ് പ്രൊഹിബിറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ് സെക്ഷൻ 4 എന്ന് പറയുന്നത്. സെക്ഷൻ 5 എന്ന് പറയുന്നത് നമ്മുടെ ടൊബാക്കോ പ്രോഡക്ട്സിന്റെ സ്പോൺസർഷിപ്പ്, പ്രൊമോഷന്, അഡ്വർടൈസ്മെന്റ് ഇതെല്ലാം ബാൻ ചെയ്തുകൊണ്ടുള്ളതാണ് സെക്ഷൻ 5 എന്ന് പറയുന്നത്. സെക്ഷൻ 6 എന്ന് പറയുന്നത് 18 വയസ്സിൽ താഴെയുള്ള ആൾക്കാരിൽ
ടൊബാക്കോ പ്രോഡക്ട്സ് സെയിൽ ചെയ്യുന്നതും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ 100 yards അല്ലെങ്കിൽ 100 വാരത്തിനുള്ളിൽ ഈ ഒരു പ്രോഡക്ട്സ് സെയിൽ ചെയ്യുന്നതും പ്രൊഹിബിറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ് സെക്ഷൻ 6 എന്ന് പറയുന്നത്. സെക്ഷൻ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൊബാക്കോ പ്രോഡക്ട്സിന്റെ കൊമേഴ്സും ട്രേഡും പ്രൊഹിബിറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ് സെക്ഷൻ 7 എന്ന് പറയുന്നത്. സെക്ഷൻ 20 എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പ്രോഡക്ട്സിൽ മാൻഡേറ്ററി ആയിട്ടുള്ള ഹെൽത്ത് വാർണിംഗ്സോ അല്ലെങ്കിൽ നിക്കോട്ടിൻ ടാർ കണ്ടന്റ് ഇൻഫർമേഷൻ ഒന്നും ഡിസ്പ്ലേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന് പെനാൽറ്റി ഇമ്പോസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ 20 എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 സെക്ഷനും കൃത്യമായിട്ട് ഒന്ന് നോക്കി വെച്ചിട്ട് പോവുക. ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള കുറച്ച് സെക്ഷൻസ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ സെക്ഷൻസ് ഒക്കെ എന്തിനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ഏത് നിയമത്തിന്റെ അണ്ടറിലാണ് ഈ സെക്ഷൻസ് വരുന്നത്, അത്തരത്തിലൊക്കെ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇതിൽ സെക്ഷൻ 274 IPC ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 274 എന്ന് പറയുന്നത് അഡൾട്രേഷൻ ഓഫ് ഡ്രഗ് ഈസ് പണിഷബിൾ എന്നുള്ളതാണ്. ഡ്രഗ് അഡൾട്രേഷനെ കുറിച്ചുള്ള സെക്ഷനാണ് സെക്ഷൻ 274 എന്ന് പറയുന്നത്. BIS ആക്ടിന്റെ സെക്ഷൻ 17 എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് മാർക്ക് ഇല്ലാതെ ഒരു ഗുഡ്സും ഒരു സർവീസസും മാനുഫാക്ചർ ചെയ്യോ സെല് ചെയ്യോ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അത് പ്രൊഹിബിറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ 17 എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹു ഇസ് ദ സ്റ്റേറ്റ് ഹെൽത്ത് അതോറിറ്റി ആസ് പെർ കേരള പബ്ലിക് ഹെൽത്ത് ആക്ട് 2023. 2023 കേരള പബ്ലിക് ഹെൽത്ത് ആക്ട് പ്രകാരം നമ്മുടെ സ്റ്റേറ്റ് ഹെൽത്ത് അതോറിറ്റി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മുടെ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ് ആണ്, DHS ആണ്. അതൊന്ന് നോക്കി വെച്ചേക്കുക. ഇന്ത്യൻ പീനൽ കോഡിന്റെ സെക്ഷൻ 268 എന്ന് പറയുന്നത് പബ്ലിക് ന്യൂയിസൻസിനെതിരെ ഉള്ളതാണ്. IPC സെക്ഷൻ 291 എന്ന് പറയുന്നത് ഡീൽസ് വിത്ത് ദ കണ്ടിന്യൂഷൻ ഓഫ് എ ന്യൂയിസൻസ് ആഫ്റ്റർ എൻ ഇൻജക്ഷൻ ടു ഡിസ്കണ്ടിന്യൂ ഇറ്റ്. നമ്മളൊരു ന്യൂയിസൻസ് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞതിന് ശേഷം അത് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ അത് വരുന്നത് ഈ ഒരു IPCയുടെ സെക്ഷൻ 291 അതുപോലെ തന്നെ IPCയുടെ സെക്ഷൻ 278 നമ്മുടെ മേക്സ് ഇറ്റ് ആൻ ഒഫൻസ് ടു വോളണ്ടറിലി മേക്ക് ദ അറ്റ്മോസ്ഫിയർ നോസിയസ് ടു ഹെൽത്ത് ഇൻ എ പബ്ലിക് പ്ലേസ്. പൊതുസ്ഥലത്തെ അന്തരീക്ഷം നമ്മൾ സ്വമേധയാ ആരോഗ്യത്തിന് ഹാനികരമാക്കുന്നത് അതൊരു കുറ്റമായിട്ടാണ് നമ്മൾ IPCയിലെ സെക്ഷൻ 278 പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പബ്ലിക് ഹെൽത്ത് ആക്ടിൽ നോക്കാനുള്ളത്. വളരെ നല്ല രീതിയിൽ നോക്കിയിട്ട് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. താങ്ക് യു.